ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഓണം മുതൽ പോലീസ് വേദികളാണ്. ഇവിടെ മാത്രമല്ല, നമ്മുടെ കാലിക്കറ്റ് തീരുമാനമുണ്ട്. മെഡിക്കൽ ഫൗണ്ടേഷൻ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു വായനാ സദസ്സ് നടത്തുന്നുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും കേരളത്തിൽ. അതിന്റെ ഉദ്ഘാടനത്തിനും എന്നെ വിളിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനകത്തായിരുന്നു. അടുത്തത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. പിന്നെയും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് പിന്നീട് എല്ലാ പോലീസ് സ്റ്റേഷനിലും അതൊരു അവർക്ക് അത് ശിക്ഷയാകുമോ എന്നൊരു സംശയം. കാരണം ഡ്യൂട്ടി കഴിയില്ല. എന്തായാലും ഇന്ന് കഴിഞ്ഞ 11-ാം തീയതി ഉണ്ടായിരുന്ന പല മുഖങ്ങളെ ഇവിടെ കാണുന്നത് കൊണ്ട് എന്തു പറയും എന്നുള്ള ഒരു ആശങ്കയിലാണ്. ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളെക്കാൾ ഇവിടെ ഇരുന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ടോൾസ്റ്റോയുടെ കഥ, ലിയോ ടോൾസ്റ്റോയ്. നിങ്ങൾക്ക് ഒരുപക്ഷെ വായിച്ചിരിക്കും. ജീവിതത്തിന്റെ വ്യർത്ഥതയെക്കുറിച്ചും അർത്ഥമില്ലായ്മയെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും ഗഹനമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ടോൾസ്റ്റോയുടെ വിഖ്യാതമായ കഥയാണ് ഇവാൻ ഇലീഷിന്റെ മരണം. ഇവാൻ ഇലീഷിന്റെ മരണം. ഇവാൻ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണ്. ചെറിയൊരു ജോലിയിൽ കയറി, പരിശ്രമശാലിയായിരുന്നു. അദ്ദേഹം ഒരുപാട് ടെസ്റ്റുകൾ എഴുതി, കൂടുതൽ പഠിച്ചു, മുകളിലേക്ക് വന്നു. അവസാനം ഇവാൻ ജഡ്ജിയാവുകയാണ്. ജഡ്ജി എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നും ഇവിടെയും വളരെ ആദരണീയമായ ഒരു പോസ്റ്റാണ് ജഡ്ജി. എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഉന്നതമായ ഒരു ജീവിത നിലവാരത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥയാണ്. ഇവാൻ ഇലീഷ് ജഡ്ജിയായി. നമുക്കൊരു കാര്യം അറിയാം, ആര് എന്തായാലും അവരെക്കാൾ കൂടുതൽ അതിൽ ഊറ്റം കൊടുക്കുന്നത് വീട്ടുകാരാണ്, ഭാര്യയും മക്കളൊക്കെയാണ്. ശിശു ഭാര്യ ഒരു സബ് ഇൻസ്പെക്ടർ ഭാര്യ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മോളോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല. അവർക്കാണ് അതിന്റെ പവർ. മറ്റാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവാൻ ഇലീഷ് ഒരു ഉന്നത ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി സമൂഹത്തിൽ. വലിയ സമുന്നതരായ ആളുകൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ. ഒരുപാട് ക്ലബ്ബുകൾ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ്. അവിടെ ഭാര്യയൊത്ത് പോകുന്നു, ക്ലബ്ബുകളിൽ വിരുന്നുകളിൽ പങ്കെടുക്കുന്നു. എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നു, എല്ലാവരും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നു. ഇവാൻ ഇലീഷ് വലിയ സന്തോഷത്തിലാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ വെട്ടിപ്പിടിച്ച നേട്ടങ്ങളുടെ കോട്ടകൾ കീഴടക്കിയ സന്തോഷത്തിലാണ് ഇവാൻ ഇലീഷ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു പുതിയ വീട് മേടിച്ചു. കാരണം 2 മക്കളാണ് ഇവാൻ. ലിസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും വാസ്യ എന്ന് പറയുന്ന അനിയൻ. അപ്പൊ അവരുടെ കല്യാണം വരുന്നു. അവരുടെ കല്യാണം വരുമ്പോൾ ഈ വീട് പോരാ, കുറച്ചുകൂടെ ആർഭാടകരമായ ഒരു വീട്, ഒരു മണിമാളിക, ഒരുപാട് കാറുകൾ വിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഫ്രണ്ടിലുള്ള കാർ പാർക്കിംഗ് സൗകര്യങ്ങളുള്ള മുറ്റം, അങ്ങനെ വലിയ എടുപ്പുള്ള അമ്പലചുംബി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സൗധം സ്വന്തമാക്കുകയാണ് ഇവാൻ ഇലീഷ്. ആ വീട്ടിൽ താമസം തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം അതിന്റെ മിനുക്ക് പണികൾ ചെയ്യാൻ, കൊടി തുടങ്ങാൻ, വലിയ ഓഫീസറായാലും വീട്ടിലെ പണികളൊക്കെ ചെയ്യുമല്ലോ, വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ അദ്ദേഹം സൺഷെയ്ഡിൽ കയറി വലയടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കിടപ്പിലായി, ഇൻഫെക്ഷനായി, ഡയബറ്റിസ് ഉണ്ടായിരുന്നു. ഡയബറ്റിസ് ഉണ്ടായിരുന്നു. സീരിയസ് ആയി ആശുപത്രിയിൽ നിന്ന് വിട്ടു. വീട്ടിൽ ഒരു മുറിയിൽ കിടപ്പിലായി, ശയ്യാവലംബിയായി. ടോൾസ്റ്റോയ് പറയുന്നു, ആ സമയം മുതൽ ഈ ആളുകൾക്കൊക്കെ ഒരു മാറ്റം. പഴയ സുഹൃത്തുക്കൾ കാണാൻ വരുന്നുണ്ട്,
എല്ലാവരും കാണാൻ വന്നു, കസേരയിട്ടിരിക്കുന്നു, പഴയ കാര്യങ്ങൾ പറയുന്നു, വേഗം ഭേദമാകും കേട്ടോ, ഇത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നു. പക്ഷെ അയാൾ വല്ലാത്ത ഒരു വേദനയിലാണ്, വേദന കൂടി കൂടി വരും. അപ്പൊ ആ വീട്ടിൽ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകുന്ന ഒരു പയ്യനുണ്ട്, ഗരാസിം എന്നാണ് അവന്റെ പേര്, ഗരാസിം. വീട്ടുകാർ അവനെ ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു സ്കൂളിൽ നടത്തിയിരിക്കും. ഭാര്യ വല്ലപ്പോഴേ വരുന്നുള്ളൂ. ഭാര്യ വന്ന് നോക്കിയിട്ട് പറയും, ഇവാൻ നിങ്ങൾ മരുന്ന് കഴിക്കും, നിങ്ങൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കും, ഒക്കെ ശരിയാവും. ഇവാൻ ഇപ്പോ ഞരക്കാൻ തുടങ്ങി, വിളിക്കാൻ തുടങ്ങി, അസഹ്യമായ വേദന. പഴയ സുഹൃത്തുക്കൾ വരാതായി, പഴയ സുഹൃത്തുക്കൾ വരാതായി. ഭാര്യയും വല്ലപ്പോഴേ വരുന്നുണ്ട്. മകൾ ആ മുറിയിൽ വരുന്നത് തന്നെ അല്ലാത്ത ഒരു മനോഭാവത്തോടെയാണ്. അച്ഛൻ ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, അച്ഛൻ ഞരകാതെ കിടന്നുപോയി, മരുന്ന് തരുന്നില്ലേ, ഡോക്ടർ പറഞ്ഞല്ലോ സുഖമാകുമെന്ന്. ഇടയ്ക്കിടയ്ക്ക് പഴയ ആളുകൾ വല്ലപ്പോഴും വരുമ്പോൾ അവർ പറയും ഭേദമാകുന്നുണ്ട്, ഒരു മാസം കൂടെ കഴിയുമ്പോഴേക്കും നടക്കാം, സുഖമാകും. എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും ഇവാൻ കാല് പോലും കട്ടിൽ വെച്ച് കിടക്കാൻ പറ്റാതെ കാല് പൊക്കാൻ ശ്രമിക്കുമ്പോൾ ആ അടുത്തിരിക്കുന്ന പേരുണ്ടല്ലോ ഗരാസിം, ഗരാസിം അവന്റെ തോളിൽ ഇദ്ദേഹത്തിന്റെ കാലെടുത്ത് വെക്കുന്നു. വളരെ നേരം അദ്ദേഹം ചോദിക്കുന്നു, നിനക്ക് തോള് വേദനിക്കില്ലേ? സാരമില്ല, സാരമില്ല, അങ്ങേക്ക് ഇതിൽ ആശ്വാസം കിട്ടുന്നുണ്ടല്ലോ, അതാണ് എന്റെ സന്തോഷം. ഗരാസിമിന്റെ ആ ഒരു നിഷ്കളങ്കമായ, നിഷ്കന്മഷമായ, നിഷ്കപടമായ ആ പെരുമാറ്റം കാണുമ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചത് ഈ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ഭാര്യയുടെ പേര് പ്രസ്കോവിയ എന്നാണ്. പ്രസ്കോവിയയ്ക്ക് വേണ്ടിയാണ്, അവളുടെ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചത്. പക്ഷേ പ്രസ്കോവിയയുടെ കൂട്ടുകാർ വരുമ്പോ അപ്പുറത്തെ മുറിയിൽ ബഹളം കേൾക്കാം, അപ്പുറത്തെ മുറിയിൽ ചിരിയും ഉല്ലാസങ്ങളും കേൾക്കാം. അവരാരും അദ്ദേഹത്തെ നോക്കാൻ വരുന്നില്ല. ഈ പയ്യന്മാർ അവൻ കാല് തലോടി കൊടുക്കുന്നു, ഉറങ്ങാതെ അവന്റെ തോളിൽ ആ കാല് എടുത്തു വയ്ക്കുന്നു. അദ്ദേഹം ചോദിക്കുന്നു, ഗരാസിം എന്റെ ഈ അസുഖം ഭേദമാകും? ഗരാസിം പറഞ്ഞു, അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഭേദമാകും? ഓരോ ദിവസം കഴിയുന്നതോടും പെയിൻ കൂടി വരികയല്ലേ, അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അവൻ മാത്രമാണ് സത്യം പറയുന്നത്. എല്ലാവരും പറഞ്ഞു സുഖമാവും. നമ്മളിങ്ങനെ കിടക്കുന്നവരോട് പോയി കണ്ടിട്ട് നമ്മൾ പറയും, വളരെ മനസാക്ഷി കുത്തോടുകൂടി നമ്മൾ പറയും, ശരിയാവും കേട്ടോ, ശരിയാവും എന്ന് പറയും. അങ്ങനെയാണ് പറയേണ്ടതെന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. പക്ഷെ കിടക്കുന്നവരറിയാം ശരിയാവില്ല. അദ്ദേഹം വേദനയിലാണ്, വേദന കൊണ്ട് പുളയുകയാണ്. അദ്ദേഹത്തിന് ഒരു നിമിഷം ശ്വാസം പോലും നേരെ കിട്ടുന്നില്ല. അപ്പോഴെല്ലാം രാത്രിയിൽ ഉറക്കം വച്ചിരുന്ന് ഗരാസിം അദ്ദേഹത്തെ തലോടുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യും. അദ്ദേഹം അവരുമായി സംസാരിക്കുന്ന രംഗങ്ങൾ വിശ്വസാഹിത്യത്തിൽ ചർച്ച ചെയ്യപ്പെട്ട, ദാർശനിക തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട രംഗങ്ങളാണ്. അദ്ദേഹം ചോദിക്കുന്നു, എനിക്ക് വല്ലാതെ പേടിയാകുന്ന ഗരാസിം, ഞാൻ മരിച്ചു പോകും. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്, അല്ലെ? മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ രക്ഷയില്ലെന്നാണ് പറയുന്നത്. അപ്പോ മരണഭയം വല്ലാതെ പിടികൂടുന്നത്. ഏറ്റവും കൂടുതൽ മരണഭയം ഉള്ള ആർക്കാണെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ മരണഭയം ഉള്ളത്, എനിക്ക് മരണത്തെ പേടിയില്ല, ഇന്ന് മരിക്കാൻ തയ്യാറാണെന്ന് പറയാനാണ്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളാം, ഏറ്റവും പേടിയുള്ള ആളാണ്. പിന്നെ ബാക്കി ശേഷം നമുക്ക് കാണാം. അപ്പോ ഇദ്ദേഹത്തിന് ഇവരെ വല്ലാത്ത പേടി. മകളെ മുറിയിൽ അബദ്ധത്തിന് പോലും വരുന്നില്ല. ഭാര്യ വന്നിട്ട് പറയുന്നു, ഭാര്യയുടെ ഭാഷയൊക്കെ മാറി. ഭാര്യ പറയുന്നു, നീ മരുന്ന് കഴിക്കുവാൻ. നീ എന്താണ് അവിടെ അങ്ങനെ വിളിച്ചു? ഇവിടേക്കും അങ്ങനെയൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതാണ് നിന്റെ ഒരു സ്റ്റാറ്റസ്. നീ മരുന്ന് കഴിക്കുക, നീ മരുന്ന് കഴിക്കാൻ വിളിക്കാതെ. പണ്ടാണ് നമുക്ക് ഭർത്താവിനെ അങ്ങനെയൊക്കെ വിളിക്കും, എന്നാത്മനായകനെ എന്ന് വിളിക്കും, എങ്ങനെ ഞാൻ നാവെടുത്ത് പേര് വിളിക്കും എന്നൊക്കെയുള്ള സംശയം. ഇപ്പോഴത്തെ പാട്ടുകളൊന്നും ഇല്ലല്ലോ, ഇപ്പോഴത്തെ പാട്ടൊക്കെ മാറിയല്ലോ. തിരുനെല്ലൂർക്കാരനാണ് കവി തന്റെ പ്രസിദ്ധമായ നവോത്ഥയുടെ കത്ത് എന്ന കവിത ആരംഭിക്കുന്നത്, നാണമാകുന്ന എനിക്കുള്ളിൽ ഇപ്പോഴും, നാണമാകുന്ന എനിക്കുള്ളിൽ ഇപ്പോഴും ഞാൻ എഴുത്തിൽ വിളിക്കേണ്ടത് എന്തുവാൻ, ഞാൻ എഴുത്തിൽ വിളിക്കേണ്ടത് എന്തുവാൻ എന്ന സംശയമാണ്. നീ മരുന്ന് കഴിക്കുക, സുഖമാണെന്ന് വിളിക്കാതെ അടയും കിടക്കും എന്നൊക്കെ പറഞ്ഞ് ഭാര്യ പോകുമ്പോ ഗരാസിം അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് തലമുറയുടെ പറയും, ഒന്നും വിചാരിച്ചില്ല, ഈ കുറച്ച് നാളുകൾ കൂടെ
ഏതാനും നാളുകളിലൂടെ സമാധാനമായി. ജീവിതം അങ്ങനെയാണ്. മരണം എല്ലാവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. ഞാനിപ്പോ അങ്ങനെ ശുശ്രൂഷിക്കുന്നു, അതിന്റെ പുണ്യം എനിക്ക് കിട്ടുമല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ ജീവിതത്തിൽ. ഒരു വലിയ ജീവിത സത്യം മനസ്സിലാക്കുകയാണ് ഇവൻ. എന്താണ്? ഈ ജീവിതകാലത്ത് നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഈ സമൂഹത്തിലെ സമുന്നതമായ സ്ഥാനങ്ങളെല്ലാം അർത്ഥശൂന്യമാണ്. ഇവരാരും നമ്മളോടൊപ്പം ഇല്ല. ആ വീട്ടിലെ ഏറ്റവും അവസാനത്തെ മുറിയിലാണ് ഇവനെ കിടത്തിയിരിക്കുന്നത്. കാരണം അതിന്റെ ഞരക്കം ഫ്രണ്ടിൽ കേൾക്കും. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ മുറിയിൽ അല്ലാതെ കിടക്കുന്ന ഇവൻ തിരിച്ചറിയുന്നു ജീവിതം ഇത്രയും. അദ്ദേഹം മരണത്തെ സ്വീകരിക്കാൻ സന്നദ്ധനാകും. ഈ ഗെരാസിമിനെ സ്നേഹിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ പിടികിട്ടുന്നു. ഗെരാസിം ഒരു കർഷകയുമാണ്. അവിടെ വെള്ളം ഒഴിക്കാൻ കാറ് കഴുകാനൊക്കെ ആയിട്ട് വന്നാണ്. പക്ഷെ അവസാന കാലത്ത് ഗെരാസിം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവോടെ അദ്ദേഹം തന്റെ ഭാര്യയ്ക്കും തന്റെ മകൾക്കും തന്റെ മകനും മാപ്പ് കൊടുക്കുമ്പോൾ അദ്ദേഹം മരണവാർത്തയായിട്ട് ഒരുപാട് പേര് വരുന്നു. ഈ കഥ തുടങ്ങുന്നത് ഇവാൻ ഇല്ലിച്ച് മരിക്കുന്ന മരണവാർത്തയോടെയാണ്. ആ മരണവാർത്ത കേട്ട് സമുന്നതരെല്ലാം വന്നു. ഇങ്ങനെയാണല്ലോ കുറെ കാലമായിട്ട് നമ്മൾ കേട്ടിട്ടില്ലാത്ത പ്രമുഖം മരിക്കുമ്പോൾ വലിയ വാർത്തയായിട്ടാണ് വരുന്നത്. കുറെ കാലം അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരമില്ല. പക്ഷെ വരുമ്പോൾ പല മുഖങ്ങളും ഓർമ്മ വരുന്നുണ്ടല്ലോ. അപ്പൊ വലിയ വാർത്തയൊക്കെ വന്നു, എല്ലാവരും വന്നു. അപ്പോഴും ഭാര്യ പറയുന്നു, ഭാര്യ അവിടെ ചർച്ച ചെയ്യുന്നത് പെൻഷനെ കുറിച്ചാണ്. എന്ത് പെൻഷൻ എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടവർ വന്നപ്പോൾ അവരുടെ കൂടി ചർച്ച നടക്കുന്നു. ഇത്രയുള്ള ജീവിതം, ഇത്രയ്ക്ക് നിസ്സാരമാണ് ജീവിതം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ ചങ്ങമ്പുഴയുടെ ആ വരികൾ ഉദാഹരിക്കുന്നത്. എന്താണ് ജീവിതം? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവിത നിർവചനം ചങ്ങമ്പുഴയുടേതാണ്. എന്താണ് ജീവിതം? അവ്യക്തമായ സുന്ദരമായ വളവിലക്കം, സംഗീത തുന്തിരം, നൈമിഷ്ഠികോജ്വലം, പിന്നെയോ 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 ശൂന്യം. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതകാലത്ത് നമ്മൾ നന്മകൾ ചെയ്യും. ധാരാളം നന്മകൾ ചെയ്യാൻ അവസരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയുള്ള കാലം അഥവാ കിട്ടിയില്ലെങ്കിലും നന്മകൾ കൊണ്ട് സമൃദ്ധമാക്കുക ഇനിയുള്ള കാലം. അത് മാത്രമേ ജീവിതത്തിലുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ ഈ കൂട്ടുകെട്ടുകൾ, നമ്മുടെ ഇപ്പോഴത്തെ ഈ സൗഹൃദങ്ങൾ, അതിനേക്കാൾ ഉപരിയായി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പാവപ്പെട്ട നേരത്തെ പറഞ്ഞ ഗെരാസിമിനെ പോലെയുള്ള ആളുകളാണ് നമുക്ക് കൂട്ടിയിരിക്കുന്നത്. ഞാൻ പണ്ട് 2000 ആണ് തോന്നുന്നു എൻ്റെ പഞ്ചി എന്ന കോളത്തിൽ ഞാൻ ഒരു ലേഖനം ഒരു ആഴ്ച എഴുതിയത് കൂട്ടിരിക്കാൻ ആരുണ്ട്. കൂട്ടിരിക്കാൻ ആരും. നമ്മളിപ്പോ അസുഖമായി ശയ്യാവലംബിയായി കിടക്കുമ്പോൾ ഭാര്യയ്ക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റിയതൊരു 2 ആഴ്ച ഇരിക്കില്ല, ചിലപ്പോൾ 3 ആഴ്ച ഇരിക്കും. സ്ഥിരം ഇരിക്കാൻ പറ്റുമോ? മക്കൾക്ക് പറ്റുമോ? തീരെ പറ്റില്ല. അപ്പൊ കൂട്ടിരിക്കാൻ ആരുണ്ട് എന്നത് വലിയൊരു ചോദ്യമാണ്. ഇപ്പൊ ഒരുപാട് ഏജൻസികളുണ്ട്. ഏജൻസികളിൽ നടന്നു വന്നു കഴിഞ്ഞാൽ അവർ എല്ലാവരും ഒരുപോലെ ഒരു ഏജൻസിക്കാരുടെ കൊണ്ടിട്ടാണ് പിന്നെ ഡ്യൂട്ടിയിൽ ചേർന്നത്. അവിടെയാണ് അയാൾ വിളിച്ചത് വായിച്ചാണ്. എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം. എൻ്റെ ഒരു അമ്മാവൻ വിവാഹം കഴിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂടെ അദ്ദേഹം പ്രഷർ കൂടി ചെറിയ സ്ട്രോക്ക് പോലെയായി ഹോസ്പിറ്റലിൽ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനോട് ഇരിക്കാനാണ് എന്റെ കല്യാണം നിശ്ചയിച്ചു. കല്യാണം നിശ്ചയിക്കുന്നത് ഞാൻ ഒരാളെ ഉള്ളൂ, ആണും പെണ്ണുമായിട്ട് ഒരാളെ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മയ്ക്ക് അത്ര സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കല്യാണത്തിന്റെ തിരക്കുണ്ട്. മാമൻ ആശുപത്രി, ആരെ കൂട്ടിരിക്കാൻ വിളിക്കും. അങ്ങനെ വലിയൊരു പ്രശ്നമായി. ജലവെള്ളം കിടക്കുക. ഞാൻ ആ മേട്ടുകട ജംഗ്ഷനിൽ നിർത്തുന്ന ഒരാള് പരിചയമുള്ള ഒരു പയ്യനെ കിട്ടി. എന്നോട് പറഞ്ഞു, മാമൻ ഈ ഹോസ്പിറ്റലിലാണ്, ഒന്ന് കൂട്ടിയിരിക്കാറ്. അന്ന് അവിടെ ബൈസ്റ്റാൻഡർ ഞാൻ വരാം. പുള്ളി അവിടെ ഇരുത്തി. ഞാൻ ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ദൈനാനന്ദകരും മനസ്സിൽ കുളിർമ നൽകുന്നതാണ്. കാരണം വാർഡിൽ മാമനോടൊപ്പം ഇവൻ കെട്ടിപ്പിടിച്ചു കിടക്കും. ഇത് അവരെങ്ങനെ അനുവദിച്ചു മാമനെ തലമുറ കെട്ടിപ്പിടിച്ചു. അപ്പൊ തന്നെ ഞാൻ 100-ന്റെ 2 കിലോമീറ്റർ അപ്പോഴേ വെസ്റ്ററായിട്ട്. അപ്പൊ അവരോട് ചോദിച്ചു, ചേട്ടന്റെ പാൻസ് ഷർട്ട്
കുറെ ക്യാൻസർ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചെല്ലുമ്പോഴെല്ലാം കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അവരെ അധികം സംസാരിക്കാനും വയ്യ. ഒരു ദിവസം ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരാളെന്റെ കൂടെ വന്നു, ഹലോ നിങ്ങൾ ആരാണ്? നാമനാണ്. ആരാണ് നിർത്തിയിരിക്കുന്നത്? വേണ്ടപ്പെട്ട ഒരാൾ, നല്ല ആളാണ്. നിങ്ങൾ വരുമ്പോ ദൂരം വരുമ്പോ കാണാം. അപ്പൊ വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അടിയാണ്. പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കൂടി പാല് കൊടുക്കും. ഗവൺമെന്റ് ആശുപത്രിയിൽ പാലും കൊടുക്കും. ഈ പെണ്ണുങ്ങളെല്ലാം കൊണ്ട് പാല് ചൂടാക്കാൻ കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾ വരുന്ന സമയത്താണ് ഈ കിടപ്പ്. അതുകൊണ്ട് അവനെ പെട്ടെന്ന് മാറ്റണം. അവനെ മാറ്റി വേറെ ആൾ വേണ്ടി അങ്ങനെ ഞാൻ വേറെ എന്റെ വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൽക്കാലത്തേക്ക് ഒന്ന് ആശുപത്രി. വൈകിട്ട് അറിയുന്നു അവൻ അവിടെ പ്രവാസമായിട്ടില്ല. ഞാന് പിന്നെ കോൺട്രാക്ടറാണ്. ആരും ചോദിച്ചിട്ടില്ല. കോൺട്രാക്ടറാണ്, പെയിന്റിംഗ് കോൺട്രാക്ടർ എന്ന് പറയും. അപ്പൊ പുള്ളിയുടെ വീട് പെയിന്റ് എന്റെ എടുത്തതാണ്. ശരിക്ക് അവർ അവിടെ വന്നിട്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ആശ്രമത്തിൽ പോയി. ഗർഭനാട് ഒരു ആശ്രമം. അവിടെ നിന്ന് ഒരാളെ കിട്ടാൻ വേണ്ടി തൃപ്പാദം എന്നാണ് ആശ്രമത്തിൽ കൊണ്ടുവന്നിരിക്കുക. ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു ഫാദർ. അതേ അവിടെ നിന്ന് ഒരാളെ സൈമണെ തന്നു. സൈമണെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ രംഗം വല്ലാത്ത രംഗമാണ്. കാരണം ഈ മാമൻ എന്തോ ശബ്ദിച്ചിട്ട് ഇപ്പുറത്ത് വെറുതെ കിടക്കുന്നവരുണ്ട്. ഒരാൾ പത്രം വായിച്ചുകൊണ്ട് കിടക്കുന്നതിന്റെ പുറത്തൂടെ വീണ്ടും ആളും കൂടി കിടക്കുകയാണ്. ആരും ഇല്ലേ നോക്കാൻ. സൈമണുമായിട്ട് ഞാൻ ചെന്നു. പ്രശ്നമൊന്നുമില്ല, സൈമണുണ്ട് എന്നെല്ലാം പറഞ്ഞു. എല്ലാം ശാന്തമായിട്ട് നോക്കുമ്പോൾ സൈമണെ കാണാം. ബാലൊക്കെ പോയി കൊണ്ടുവന്നു. ബാല പറഞ്ഞു സൈമൺ തോർത്ത് വാങ്ങിക്കാൻ പോയി. തോർത്ത് എടുത്തില്ല, തിരിച്ചത് പോയി. തോർത്തെടുത്ത പിന്നെ എനിക്ക് ഒരാളെ കിട്ടിയത് ഒരു ഇലക്ട്രീഷ്യനാണ്. നല്ലൊരു മനുഷ്യൻ. അയാളെ ഒരു കല്യാണം കഴിഞ്ഞ് അവരെ ജീവിതം താഴ്ന്നിട്ടിരിക്കുന്നു. അപ്പൊ എന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, എന്റെ മാമൻ ഹോസ്പിറ്റലിലാണ്. ഞാൻ വരാം, ആരുമില്ലേ? ഞാൻ വരാം. അയാൾ വന്നു കാര്യമായിട്ട് നോക്കും. ആ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഗരേശോമിനെ പോലുള്ള ആളുകൾ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നം അതല്ല. അടുത്ത ദിവസം ഞാൻ ചെല്ലുമ്പോൾ വഴി വെച്ച ആളുകൾ ചോദിക്കുന്നു ഡോക്ടറെ അന്വേഷിച്ചു. ഡോക്ടറെ കണ്ടിട്ട് പോകും. അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിന്റെ മുറിൽ ചെന്നു. ഡോക്ടർ റൗണ്ട് കഴിഞ്ഞ് വന്നു. എന്നെ കണ്ടപ്പോഴേ ഇരിക്കാൻ പറഞ്ഞു. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. സംഭവം തലേന്ന് യൂറിൻ കണക്ട് ചെയ്തു, കത്തീറ്റർ കണക്ട് ചെയ്തു. ഡോക്ടർ കണക്ട് ചെയ്തു പോയി. ഡോക്ടറാണോ? രാത്രിയായപ്പോ ഇദ്ദേഹത്തിന് ഭയങ്കര വേദന. ഇയാള് മദ്യപിക്കുന്ന ആളാണ്. അയാൾക്ക് കണ്ടിട്ട് സഹിച്ചില്ല. അയാൾ കൂടെ ചെന്ന് റിപ്പോർട്ട് ചെയ്തു. വേദനയാണ്, അത് കറക്റ്റ് ചെയ്യണമെന്ന്. ആ കണക്ഷൻ ശരിയായി കറക്റ്റ് ചെയ്യണമെന്ന്. അപ്പൊ സിസ്റ്റർ വന്ന് വീണ്ടും ശരിയാക്കിയിട്ട് കൂടുതൽ വേദന. അവസാനം പുള്ളി തന്നെ അത് ക്ലിയർ ചെയ്തു. ഡോക്ടർ രാവിലെ റൗണ്ട്സിൽ വന്നപ്പോ ഇയാള് വിദ്യാർത്ഥികളുമായിട്ടാണല്ലോ വരുന്നത്. പരീക്ഷ ചൊല്ലുന്നൊന്ന് പഠിപ്പിക്കുകയാണ്. ഈ കിടക്കുന്ന ആളിന് എന്താണ് അസുഖം നോക്കി, എന്ത് മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണോ, ഇപ്പൊ എന്താണ് പ്രശ്നം, ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോ കുറെ കഴിയുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ല. പറഞ്ഞു ഹലോ ഡോക്ടർ, പറഞ്ഞൊക്കെ ശരിയല്ല, പക്ഷെ ഇന്നലെ കണക്ഷൻ കൊടുത്തത് ശരിയല്ലായിരുന്നു. എന്താ യൂറിന്റെ കണക്ഷൻ കൊടുത്തത് ശരിയല്ലായിരുന്നു. ഞാനാണ് ശരിയായിട്ട് കണക്ഷൻ കൊടുത്തത്. അപ്പോ ഡോക്ടർ വല്ലാതെ ഇൻസൾട്ടഡ് ആയി. കാരണം ഇത്രയും ആളുകളുടെ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്റെ കൂടെ നേഴ്സ് നിൽക്കുന്നു. ഞാൻ ചോദിച്ചത്, ഞാൻ കഴിഞ്ഞ 28 വർഷമായിട്ട് ഈ കണക്ഷൻ കൊടുക്കുന്ന ആളാണ്. ഞാൻ യൂറോളജിസ്റ്റ് കൂടെയാണ്. ഞാൻ കൊടുത്തത് ശരിയായില്ല. തിരിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ 28 വർഷം 36 വർഷമാണ് കണക്ഷൻ കൊടുക്കുന്നത്. അന്ന് ആരാണ് ഇലക്ട്രീഷ്യൻ? എന്നെ ഉടനെ കാണണമെന്ന് ഇത് ചോദിച്ചത് ഇലക്ട്രീഷ്യനെയും പ്ലംബറൊക്കെയാണോ കൂട്ടിയിരിക്കാൻ. ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം ഭീകരമായ ഒരു പ്രശ്നമാണ്. ഈ അവസാന കാലത്ത് ശയ്യാവലഭ്യമാകുമ്പോൾ വരുന്നത് ഇപ്പൊ ഏജൻസികളുണ്ട്. പക്ഷെ ഈ ഏജൻസികളിലൂടെ വരുന്നതും ഇതുപോലെയുള്ള ആളുകളാണ്. മറ്റു പല തൊഴിലിൽ പോകാൻ പറ്റാതെ അതിൽ നിന്നെല്ലാം വിട്ടുപോയ ആളുകൾ വേഷപ്രച്ഛന്നരായി കൂട്ടിരിക്കാൻ ഒരു കാലത്ത് നമുക്ക് അവസാനം നമ്മളെ ഉപകരിക്കുന്നത്
ഈ വിധത്തിലുള്ള സാധാരണ നിഷ്കളങ്കരായ ഗണേശനെ പോലുള്ള ആളുകളാണ്. അതുകൊണ്ട് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സഫലമായി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാൽ സൗഹൃദച്ചൊല്ലിന്റെ പേര് പറഞ്ഞപ്പോൾ സൗഹൃദച്ചൊല്ലിൽ ചെയ്യുന്നത് പോലെയുള്ള നിസ്വാർത്ഥമായ കൊച്ചു കൊച്ചു ജീവ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ആ വിധത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം എന്ന് മാത്രം ഈ സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ട് മറ്റു വലിയ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ